ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കീഴാർനെല്ലിയുടെ ഗുണങ്ങളെ പറ്റി പ്രതിപാദിക്കാം. കീഴാർനെല്ലി നിങ്ങൾക്ക് പലർക്കും അറിയാലോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പുരയിടങ്ങളിൽ വീടിന് ചുറ്റും ധാരാളമായിട്ടുണ്ടാവും, പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയിൽ. ഇത് മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു സിദ്ധൌഷധമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുണ്ടാവും. എന്നാൽ മറ്റു ചില രോഗാവസ്ഥകളിൽ കൂടി ഉപയോഗിക്കാം. എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് വിശദമായിട്ട് പ്രതിപാദിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് ഇതിന് സംസ്കൃതത്തിൽ ഭൂമി ആമലകി എന്നാണ് വിളിക്കുക. ഭൂമി ആമലകി. ഓക്കെ, ഫൈലാന്തസ് നിരൂരി എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഫൈലാന്തസ് നിരൂരി. ഭൂമി ആമലകി എന്ന് സംസ്കൃതം, മലയാളത്തിൽ കീഴാർനെല്ലി. ഓക്കെ, ഇതാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ചെറിയ ചെറിയ പേരുകൾ, ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത് നമുക്ക് മഞ്ഞപ്പിത്തത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ അറിയൂ. ഇതിന്റെ തണ്ട്, ആ ഇലകളെ, ആ വിത്തും, ചെറിയ ചെറിയ വിത്തുണ്ടാവും, ആ പച്ച തണ്ട് അരച്ചെടുത്തിട്ട് അത് ഒരു 20 ഗ്രാം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. മാക്സിമം 20 ഗ്രാം. അതൊരു 1/4 ഗ്ലാസ് തിളപ്പിച്ചാറിയ പാലിൽ കലക്കിയിട്ട് അത് രാവിലെ പതിവായിട്ട് കഴിക്കുക. ഒരു 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസം അടുപ്പിച്ച് കഴിക്കണം. അതിൽ കൂടുതൽ കഴിക്കണ്ട. ഓക്കെ, അങ്ങനെ മഞ്ഞപ്പിത്തം, അതായത് സീറം ബിൽറുബിൻ കുറച്ച് കൂടിയിരിക്കുക, അതല്ലെങ്കിൽ കണ്ണിനൊക്കെ ഒരു യെല്ലോയിഷ് കളർ, നഖങ്ങൾക്ക് മഞ്ഞ നിറം, യൂറിൻ ഒരു പതിവിൽ കൂടുതലായിട്ട് മഞ്ഞ നിറം കാണുക, ഇത്തരം അവസ്ഥകളൊക്കെ കാണാം. അപ്പോൾ ഇത് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, നഖത്തിലും കണ്ണുകളിലും മൂത്രത്തിലും മഞ്ഞ നിറം. ചിലർക്ക് കിടക്കുന്ന ബെഡ്ഷീറ്റിൽ മഞ്ഞ നിറം കാണും, ഇന്നർ വെയറിലൊക്കെ മഞ്ഞ നിറം കാണാം. ഓക്കെ, നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ടവലിലൊക്കെ ഒരു യെല്ലോയിഷ് കളർ കാണാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സീറം ബിൽറുബിൻ്റെ അളവ് കുറച്ച് കൂടി നിൽക്കുന്ന കാണാം. ഓക്കെ, ഇത്തരം രോഗാവസ്ഥകളിൽ, അതുപോലെ മഞ്ഞപ്പിത്തത്തിനും ഈ തണ്ടാണ് എടുക്കേണ്ടത്. തണ്ട് കട്ട് ചെയ്തെടുത്തിട്ട്, അപ്പോൾ അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് വളർന്നു വന്നോളൂ. ആ തണ്ട് ഇങ്ങനെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് അരച്ചത് ഒരു 20 ഗ്രാം മാക്സിമം. അത് വിശപ്പിനനുസരിച്ച് 10 ഗ്രാം മുതൽ 20 ഗ്രാം വരെ എടുക്കാം. അത് 1/4 ഗ്ലാസ് തിളപ്പിച്ചാറിയ പാലിൽ കലക്കിയിട്ട് എന്നും വെറും വയറ്റിൽ മാക്സിമം 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസം, അതിൽ കൂടുതൽ കഴിക്കരുത്. ഓക്കെ, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വയറിളക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത് കുറഞ്ഞിട്ടുണ്ടാവും. സീറം ബിൽറുബിൻ വയറിളക്കി പിറ്റേ ദിവസം പോയി ടെസ്റ്റ് ചെയ്താലൊന്നും കുറയില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആഹാര രീതികളും ജീവിത രീതികളും, ആവശ്യമെങ്കിൽ ഇതിനനുസരിച്ചുള്ള ഔഷധങ്ങളും നിങ്ങൾ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ടതായ ചികിത്സകൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ. ഇതതിന് സഹായകമാവും എന്ന് ഞാൻ ആവർത്തിച്ച് പറയണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മഞ്ഞപ്പിത്തത്തിന് ഇത് ഉപയോഗിക്കേണ്ടത്, കീഴാർനെല്ലി ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്. മഞ്ഞപ്പിത്തത്തിന് കീഴാർനെല്ലി ഉപയോഗിക്കേണ്ട രീതിയാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പതിവായിട്ട് സേവിക്കാം. അപ്പോൾ അതിൽ ആ ഡോസേജ് നിങ്ങൾക്ക് നമ്മുടെ വിശപ്പിനനുസരിച്ച്, അതായത് മഞ്ഞപ്പിത്തം വന്ന് ഇരിക്കുന്ന രോഗികൾക്ക് തീരെ വിശപ്പുണ്ടാവില്ല. അപ്പോൾ അത്തരം അവസ്ഥയിൽ നിങ്ങൾ 20 ഗ്രാമൊക്കെ ഒന്നിച്ച് കലക്കി കൊടുക്കരുത്. അപ്പോൾ ആദ്യം കുറച്ച് കൊടുത്തിട്ട് പിന്നെ വിശപ്പാകുന്നതിനനുസരിച്ച് അളവ് കൂട്ടി കൊണ്ടുവരണം. മാക്സിമം 20 ഗ്രാം മതി. ഓക്കെ, ഇങ്ങനെയാണ് മഞ്ഞപ്പിത്ത രോഗികൾക്ക് കീഴാർനെല്ലി പ്രയോഗിക്കേണ്ടത്. കീഴാർനെല്ലി മാത്രം എല്ലാ രോഗാവസ്ഥകളും വർക്ക് ചെയ്തോളുന്നില്ല. തീർച്ചയായിട്ടും ഡോക്ടർ കൺസൾട്ടേഷൻ വേണം. എന്താണെന്ന് വെച്ചാൽ ഇത് സിവിയർ ആയി കഴിഞ്ഞാൽ, കൈവിട്ട് പോയി കഴിഞ്ഞാൽ, വളരെയധികം കൂടിക്കഴിഞ്ഞാൽ വളരെയധികം ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം. ഓക്കെ, വീഡിയോ തുടരാം നമുക്ക്. അപ്പോൾ മഞ്ഞപ്പിത്തത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇത് രക്താതിസാരം, അതുപോലെ എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിങ്, ഈ അവസ്ഥയിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ചെറുങ്ങനെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. ഇങ്ങനെ വട്ടത്തിൽ ചൊറിച്ചിൽ വരും. എന്നാൽ അവിടെ തൊട്ട് നോക്കിയാൽ ഒന്നും അറിയില്ല. കുരുക്കളുണ്ടാവില്ല, വ്രണങ്ങളുണ്ടാവില്ല, ഊസിങ് ഉണ്ടാവില്ല, പസ് ഉണ്ടാവില്ല, ഒന്നുമില്ല. എന്നാൽ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിൽ നമ്മുടെ കാൽവണ്ണയിലോ കൈകളിലോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിച്ചിൽ തോന്നും. ചെറുതായിട്ട് ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടാവും. ഡ്രൈനെസ് ഫീൽ ചെയ്യോടെ ഇങ്ങനെ റബ്ബ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ. അത്തരം അവസ്ഥയിൽ ഇത് എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ കീഴാർനെല്ലിയുടെ ഇളം തണ്ട് മുറിച്ചെടുത്തിട്ട് അത് ഇച്ചിരി കല്ലുപ്പും കൂടെ ചേർത്ത് അരയ്ക്കുക. എന്നിട്ട് ആ ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടിയിട്ടാൽ കൂടെ പുരട്ടണം. കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യണം. അങ്ങനെ പതിവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ചൊറിച്ചിൽ മാറിപ്പോകുന്നതിന് സഹായിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രയോഗം പറയുകയാണെങ്കിൽ നമ്മൾ ഈ എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിങ്, ഭയങ്കരമായിട്ടുള്ള ഹെവി ബ്ലീഡിങ്, കൂടുതൽ ദിവസങ്ങൾ നിൽക്കുക, കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുക സ്ത്രീകൾക്ക് പീരീഡ്സിനോടനുബന്ധിച്ച്. അപ്പോൾ അത്തരം അവസ്ഥയിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് അരിക്കാടി ചേർത്തിട്ട്, അരിക്കാടി വെള്ളത്തിൽ ചേർത്ത് അരച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് ദിവസേന രാവിലെയും രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പും പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിങ് പതിവായിട്ട് കൂടുതലായിട്ട് ബ്ലീഡിങ് ഉള്ളവർ, അതായത് ഒരു 4-5 ദിവസത്തിൽ കൂടുതലായിട്ട് 7-10 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, പ്രൊഫ്യൂസ് ബ്ലീഡിങ് അളവ് കൂടുതലായിട്ടുള്ളവർ കീഴാർനെല്ലിയുടെ തണ്ട് ഒരു ഏകദേശം ഒരു 10-20 ഗ്രാം വേണ്ടി വരും. അത് നമ്മൾ ഒരു 1/4 ഗ്ലാസ് അരി കഴുകിയ വെള്ളത്തിൽ നന്നായിട്ട് അരച്ചിട്ട് രാവിലെ വെറും വയറ്റിലും രാത്രി ഡിന്നറിന് 1 മണിക്കൂർ മുമ്പും പതിവായിട്ട് സേവിക്കാമെങ്കിൽ ഈ എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിങ് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇനി നമുക്ക്
ഭയങ്കരമായിട്ടുള്ള ലൂസ് മോഷൻ, കൂടെ ലൂസ് മോഷൻ ഉണ്ടാവുക, വളരെ കാലം നിൽക്കുക, അങ്ങനെ മോഷൻ കൂടുതലായിട്ട് അതിസാരം, കൂടുതലായിട്ട് രക്താതിസാരം എന്ന് വിളിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് മലത്തിലൂടെ ബ്ലഡ് പോകുന്ന അവസ്ഥ, വളരെയധികം തവണകൾ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ദിവസം അടുപ്പിച്ച് ഇങ്ങനെ രക്തം കാണാം, മലത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ. ഗുദേന അതീവ സരതി ഇത് അതിസാര എന്നാണ് അതിസാരത്തിന്റെ സാൻസ്ക്രിറ്റ് ടെർമിനോളജിയുടെ മീനിങ്. മലദ്വാരത്തിൽ കൂടെ ധാരാളം മലം തുടർച്ചയായിട്ട് വാട്ടറി മോഷൻ ഇങ്ങനെ ധാരാളമായിട്ട് പോവുക, അതിന്റെ അവസാന ഘട്ടത്തിൽ ബ്ലഡ് കാണുക. ഇത്തരം അവസ്ഥ ആവർത്തിച്ച് കാണുന്നുണ്ടെങ്കിൽ ഇത് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കീഴാർനെല്ലിയുടെ തണ്ട് കട്ട് ചെയ്തെടുത്തത് നന്നായി അരച്ചെടുത്തിട്ട് മോരിൽ കലക്കിയിട്ട് കാച്ചിയ മോര് ഈ കീഴാർനെല്ലിയുടെ തണ്ട് അരച്ച് ചേർത്ത് മോര് കാച്ചിയെടുത്തിട്ട് കാലത്ത് വെറും വയറ്റിലും രാത്രി ഭക്ഷണത്തിന്റെ കൂടെയും ചേർത്ത് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ കാലത്ത് ഇപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കണമെങ്കിൽ അതിൽ ചേർത്ത് കഴിക്കാം, ഈ മോര് കാച്ചിയത് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം, വിരോധമില്ല. അതുപോലെ രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെയും ചേർത്ത് കഴിക്കാം. അങ്ങനെ കാലത്തും രാത്രിയും ഭക്ഷണത്തിൻ്റെ ഒപ്പം ഈ കിഴാർനെല്ലി അരച്ചത് ചേർത്ത് കാച്ചിയ മോര് ചേർത്ത് ഭക്ഷണം കഴിക്കുക കാലത്തും രാത്രിയും. അങ്ങനെ പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ മലത്തിലൂടെ പോകുന്ന രക്തത്തിൻ്റെ അംശം നിയന്ത്രിച്ച് നിർത്തുന്നതിനോ മാറ്റിക്കളയുന്നതിനോ സഹായിക്കും. ഓക്കെ, ഇതിനെല്ലാം തന്നെ സിവിയർ ആണെന്ന് കണ്ടാൽ നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിച്ച് വേണ്ടതായ ചികിത്സ സ്വീകരിക്കേണ്ടതാണെന്നും കൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അതിസാരത്തിന് ഉപയോഗിക്കാം, അതുപോലെ മെൻസ്ട്രൽ ബ്ലീഡിങ്ങിന് ഉപയോഗിക്കാം, സ്കിന്നിൽ ഇച്ചിങ് കാണുമ്പോൾ ഉപയോഗിക്കാം, നമുക്ക് മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ നീരോട് കൂടിയ വ്രണങ്ങൾ, ഇങ്ങനെ നീര് വന്ന് വ്രണം ഉണ്ടാവും, അതേപോലെ നീരും വന്ന് വീർത്ത് നിൽക്കുന്നുണ്ടാവും. ഇത്തരം അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇത് കീഴാർനെല്ലിയുടെ തണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. വേറെ ആവശ്യമില്ല എന്നർത്ഥം, തണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അത് കട്ട് ചെയ്തെടുത്തിട്ട് കഞ്ഞിവെള്ളം ചേർത്ത് അരയ്ക്കുക, തിക്ക് പേസ്റ്റായിട്ട് അരയ്ക്കുക. എന്നിട്ട് ഈ വ്രണത്തിൻ്റെ ചുറ്റും പുരട്ടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ കുരു ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ അത് അമുങ്ങിപ്പോക്കോളും. കൂടുതലുണ്ടെങ്കിൽ അത് പൊട്ടി അതിലത്തെ ആ പസ്സൊക്കെ പോയി അത് ഉണങ്ങാനായിട്ട് സഹായിക്കും. കീഴാർനെല്ലിയുടെ തണ്ട്, ഇലയും പൂവും എല്ലാം വേണം, തണ്ടും ഒക്കെ വേണം. അതിൽ ചെറിയ വിത്തുകൾ കാണും, അതെല്ലാം അടക്കം കട്ട് ചെയ്തെടുത്തിട്ട് കഞ്ഞിവെള്ളം വീഴ്ത്തിയിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കുക. നല്ല തിക്ക് പേസ്റ്റായിട്ട് കിടണം. അത് ആ വ്രണത്തിൻ്റെ മുകളിലും ചുറ്റുഭാഗത്തും പുരട്ടി കെട്ടി വെച്ചാൽ ആ വ്രണം ഒന്നുകിൽ അമുങ്ങിപ്പോവും, അതല്ലെങ്കിൽ പൊട്ടി അതിലത്തെ കണ്ടന്റ് ആ പസ്സൊക്കെ പോയിട്ട് ഉണങ്ങുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ഉപയോഗങ്ങളല്ലേ കീഴാർനെല്ലി നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വല്ല വലിയുണ്ടോ? ഇത്തരം ഉപയോഗങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ? അപ്പോൾ ഇതിന് ശീതവീര്യാണ്, മനസ്സിലായോ? അതുപോലെ തിക്ത കഷായ മധുരരസമുണ്ട്. തിക്ത കഷായ മധുരരസമാണ്, ലഘുരൂക്ഷ ഗുണമാണ്, മധുര വിഭാഗമാണ് കീഴാർനെല്ലി. ഓക്കെ, ഫൈലാന്തസ് നെറൂറി എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. സംസ്കൃതത്തിൽ ഭൂമിയാമലകി എന്ന് വിളിക്കുന്നു. മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കാം. ഇനി മറ്റൊന്ന് രണ്ട് ഉപയോഗം കൂടെ പറയാം. അതായത് ഫാറ്റി ലിവർ കണ്ടീഷൻ ഇല്ലേ, ഫാറ്റി ലിവർ കണ്ടീഷന് എളുപ്പം പെട്ടെന്നൊന്നും ഉണ്ടാവുന്നതല്ല. അത് നമുക്ക് പണ്ട് കാലത്തൊക്കെ മദാത്യം കൂടുതലായിട്ട് അമിത മദ്യപാനം കൊണ്ട് മാത്രമാണ് ലിവർ ഡിസോർഡേഴ്സ് ഉണ്ടായിരുന്നത്, ഫാറ്റി ലിവറൊക്കെ വന്നിരുന്നത്. ഇപ്പം അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ വരുന്ന വിഷാംശങ്ങൾ, ഈ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ വഴി നമുക്ക് ഈ ഫാറ്റി ലിവർ ഉണ്ടാവാം. സ്ത്രീകൾക്കും ഉണ്ടാവാം, ഒരിക്കൽ പോലും മദ്യം കഴിച്ചിട്ടില്ലാത്തവർക്കും ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ഈ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ, അതുപോലെ ഒരുപാട് മെഡിക്കേഷൻ മരുന്നുകൾ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് കെമിക്കൽ മെഡിസിൻസ് കൂടുതലായിട്ട് ഉപയോഗിച്ചാലും ഇതുണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥകളിലൊക്കെ തന്നെ ഇതിൻ്റെ കീഴാർനെല്ലിയുടെ വേര് കുത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ തണ്ട് നേരത്തെ പറഞ്ഞ ഉപയോഗങ്ങൾക്ക് എടുക്കാം. ആ വേര് കൊത്തിയെടുത്തിട്ട് കഷായം വെക്കുക. ആ കഷായത്തിൽ അല്പം തേന് വേമ്പൊടി ചേർക്കണം. ഒരു 60 മില്ലി കഷായം എടുക്കുക, തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ട് വിധിപ്രകാരം കഷായം വെച്ചിട്ട് വിധിപ്രകാരം കഷായം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫലം കഷായത്തിന് 1200 മില്ലി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് 300 മില്ലിയാക്കി വറ്റിക്കുക. എന്നിട്ട് ആ ചണ്ടി പിഴിഞ്ഞരിച്ച് കളഞ്ഞിട്ട് വീണ്ടും വറ്റിച്ച് 150 ml ആക്കുക. അതിൻ്റെ പകുതി വീതം 75 മില്ലി കാലത്തും 75 മില്ലി വൈകിട്ടും. മനസ്സിലായില്ലേ? അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് കുറേ കാലം അടുപ്പിച്ച് കഴിക്കേണ്ടി വരും. 2-3 മാസം തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും. ഇതിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. കീഴാർനെല്ലി വേര് വിധിപ്രകാരം കഷായം വെച്ചത് 75 മില്ലി, അതിലേക്ക് 1 ടീസ്പൂൺ തേൻ മേമ്പൊടി ചേർത്ത് കാലത്തും രാത്രിയും ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് പതിവായിട്ട് സേവിക്കാമെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ ലിവറിന്റെ പ്രവർത്തനം ശരിയാക്കുന്നതിനും ശരീരത്തിലെ വിഷാംശത്തെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വിദേശത്തൊക്കെ ഉള്ളവർ പോവാണ്, പുറത്തൊക്കെ പോകുന്നു, ഗൾഫിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ നമുക്ക് അവിടെയൊന്നും ഇപ്പോൾ കീഴാർനെല്ലി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു സൂത്രപ്പണി എന്താ അറിയോ? ഈ കീഴാർനെല്ലിയുടെ തണ്ടില്ലേ, അത് ഉണക്കി പൊടിക്കുക, നിഴലിലിട്ട് ഉണക്കി മിക്സിയിൽ പൊടിച്ച് അരിച്ചെടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ജാറിലാക്കിയിട്ട് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സീറം ബിൽറുബിൻ കൂടുതലായിട്ടിരിക്കുക, അതല്ലെങ്കിൽ വിശപ്പ് കുറവ്, അതുപോലെ ഫാറ്റി ലിവർ ഉണ്ടായിരിക്കുക, ചിരിച്ച് മഞ്ഞപ്പിത്തം ഉണ്ടായിരിക്കുക, ഗ്യാസ് ട്രബിൾ ഉണ്ടായിരിക്കുക, ഇത്തരം സീറം ബിൽറുബിൻ കൂടിയിരിക്കുക, ഫാറ്റി ലിവർ ഉണ്ടായിരിക്കുക, ഇത്തരം അവസ്ഥകളിലൊക്കെ ഈ ഉണക്കി പൊടിച്ച് കൊണ്ടുപോയിട്ടുള്ള കീഴാർനെല്ലിയുടെ പൊടിയില്ലേ, അത് 1 ടീസ്പൂൺ 1/4 ഗ്ലാസ് നല്ല തിളച്ച വെള്ളത്തിൽ കലക്കിയിട്ട് കാലത്തും അതേപോലെ രാത്രിയും ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് പതിവായിട്ട് സേവിച്ചാൽ ഇത്തരം സംഗതികളൊക്കെ ക്രമേണ കുറഞ്ഞു വരുന്ന കാണാം.
എല്ലാവരിലും എല്ലായ്പ്പോഴും എല്ലാ അവസ്ഥകളും പ്രവർത്തിച്ചോളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേണ്ടതായ ടെസ്റ്റുകൾ നടത്തി നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ ഇതും കൂടെ പ്രയോഗിച്ചാൽ ഡോക്ടർ അനുവദിക്കുമെങ്കിൽ ഇതും കൂടെ കഴിച്ചാൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ, വിശപ്പില്ലായ്മ, സീറം ബിൽറൂബിൻ കൂടിയിരിക്കുക, അതുപോലെ പലതരം രക്തദൂഷ്യങ്ങൾ, പ്രമേഹ രോഗം ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നതാണ്. ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പുറമേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മരുന്നുകളും എപ്പോഴും അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് ഇതിന് ഇത്തരം ചികിത്സാ രീതികളോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കീഴാർനെല്ലിയുടെ തണ്ട് കട്ട് ചെയ്തെടുത്ത് ഉണക്കി നിഴലിൽ ഉണക്കി പൊടിച്ച് അരിച്ചെടുത്തിട്ട് എയർ ടൈറ്റ് ജാറിലാക്കി അടച്ച് കൊണ്ടുപോയി അവിടെയും വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കീഴാർനെല്ലിയുടെ വേര് കഷായം വെച്ചാൽ ഫാറ്റി ലിവറിന് ഉപയോഗിക്കാം. തണ്ട് അരച്ച് കൽക്കനായിട്ട് പാലിൽ കലക്കി മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കാം. തണ്ട് മോരിൽ അരച്ച് കലക്കി മോര് കാച്ചിയെടുത്താൽ നിങ്ങൾക്ക് രക്താതിസാരത്തിൽ ഉപയോഗിക്കാം. രക്താതിസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസാരം, ലൂസ് മോഷൻ കൂടി കൂടി ബ്ലഡ് വരുന്ന അവസ്ഥ. അരിക്കാടി ചേർത്ത് അരച്ചാൽ നിങ്ങൾക്ക് മെൻസ്ട്രൽ ബ്ലീഡിങ്ങിൽ ഉപയോഗിക്കാം. ഉപ്പ് ചേർത്ത് അരച്ചാൽ ഉപ്പ് ചേർത്ത് അരച്ചാൽ നിങ്ങൾക്ക് സ്കിന്നിൽ വരുന്ന ചൊറിച്ചിൽ, അതായത് കഫജമായിട്ടുള്ള ചൊറിച്ചിൽ, അതായത് കുരുക്കളോ പൊട്ടി ഒലിച്ച് വരുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നോക്കിയാൽ പോലും ഒന്നും അറിയില്ല, തൊട്ടാൽ പോലും ഒന്നും അറിയില്ല, എന്നാൽ അവിടെ ഇങ്ങനെ ചൊറിയും ശരീരത്തിൽ. അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ നിങ്ങളിത് കല്ലുപ്പ് ചേർത്ത് അരച്ച് പുരട്ടിയാൽ ആ ചൊറിച്ചിൽ ശമിക്കുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, കഞ്ഞിവെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വ്രണങ്ങളിൽ പുരട്ടി കെട്ടി വെച്ചാൽ ആ വ്രണങ്ങൾ ചുരുങ്ങി പോകുന്നതിനോ പൊട്ടി പുറത്തു പോകുന്നതിനോ സഹായിക്കും. ഓക്കെ, ഇത്തരം ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പായിട്ട് ലൈക്ക് ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള ബെല്ലൈക്കൺ റെഡ് ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും അതിനോട് ചേർന്ന് വരുന്ന ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആവർത്തിച്ച് കാണാം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.